സീനില്ല. അത് ചേട്ടൻ മുടി വെട്ടാനും അത് ചെയ്യണം. അതൊക്കെ ശരിയാവൂല. വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഗായ്സ്. അപ്പം ഇന്നത്തെ വീഡിയോ തന്നെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ആക്ച്വലി ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പിള്ളേരെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. മുടി വെട്ടാൻ പോയി, മുടി വെട്ടി അതൊരു ബഹുലമായൊരു എന്താ പറയുക ദിവസമായിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്താ സംഭവം ഞാൻ പറയുന്നില്ല, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തയ്യാറെടുത്തിരുന്നു. ഇവർ ഹെയർ കട്ട് ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ. അതൊക്കെ ഞങ്ങൾ ചെയ്തു പോയി. എന്നാലും വീഡിയോ നിങ്ങൾ എന്തായാലും കാണാം കേട്ടോ. അവസാനം വരെ കാണാം, എന്താ നടന്നതെന്ന് കാണാം. നമ്മുടെ രണ്ട് കുട്ടപ്പന്മാരെയും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ ഷൂസൊക്കെ ഇട്ട് കൊടുക്കാട്ടെ. നമ്മൾ അച്ഛനെയും കൊണ്ടാണ് പോണത്, വേറെ ഒന്നല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവരെ മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ അവിടെ ചെന്ന് കരയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയുക സംഭവങ്ങൾ കാണിക്കുകയാണോ, അപ്പോൾ ഒന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ ഒരാൾ എന്തായാലും വേണം. അമ്മയുടെ അടുത്താണെങ്കിൽ കാശിക്കുട്ടനുണ്ട്. ചേച്ചിയും ചേട്ടനും കൂടിയിട്ട് ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ കാശിക്കുട്ടൻ വീട്ടിലുണ്ട്, അതുകൊണ്ട് അമ്മേനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും സോറി ഗൈസ് 5 പേരും യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരുള്ള CNC കട്ടൻ കളേഴ്സ് ഉള്ള സലൂണിലേക്കായിട്ട് നമ്മൾ പോണത്. അപ്പോൾ അതേ നമ്മുടെ ഐനൂസ് അച്ചാച്ചൻ്റെ അടുത്തായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ ബാക്കിലിരിക്കുക, ഒരാളും വെച്ച് എനിക്ക് ബാക്കിലിരിക്കുന്നതാണ് സുഖം, അപ്പോൾ അവനെ കളിപ്പിച്ച് എനിക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലൂട്ടനാണെങ്കിൽ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അല്ലൂട്ടൻ ചെറിയ അങ്ങനത്തെ കുറച്ച് വാശികളൊക്കെ ഉണ്ട്. കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇരിക്കണം എന്നൊക്കെ വാശിയൊക്കെ ഉണ്ട്. കാശിക്കും മൈനും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പം ഞങ്ങളത് ഇങ്ങനെ പതുക്കെ മാറ്റി വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താവോ എങ്ങനെയാവും ഒന്നും അറിയില്ല. കാരണം ഇവരൊരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലറൊന്നല്ല, ഇവർക്ക് ഭയങ്കര വാശിയാണ്. പിന്നെ ഐനൂസിനാണെങ്കിൽ ചെറിയ സൗണ്ട് പോലും ഭയങ്കര പേടിയുള്ള ഒരാളാണ് നമ്മുടെ ഐനൂട്ടൻ. ഞങ്ങളപ്പം മുടി വെട്ടാൻ പോവാൻ ഗൈസ്. നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കാശിക്കുട്ടനെ വെട്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരുടെ അത് വെട്ടി എങ്ങനെയായിരിക്കും ലുക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ജന്മമാസം കർക്കിടക ആയതുകൊണ്ട്, പ്രത്യേകിച്ച് കർക്കിടക ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു വെട്ടേണ്ട, അത് കഴിയട്ടെ. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് മുന്നായിട്ട് ഞങ്ങൾ എന്തായാലും വെട്ടിയാണ്. ഇവിടെ ഒരു ഓർമ്മ കളിക്കണ വെച്ചാ ഇനി പോകുമ്പോ നമുക്ക് 2 കളിപ്പാട്ട് എന്തെങ്കിലും വാങ്ങിക്കണം, ഇവര് കാണാണ്ട് വാങ്ങിക്കണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് അടയുമ്പോൾ അങ്ങാനും കൊടുക്കണം. അതേപോലെ തന്നെ 2 മിഠായി എങ്ങാനും വാങ്ങിക്കണം. എനിക്ക് കോൽമിഠായി വാങ്ങിച്ച് കൈ പിടിക്കണം, മനസ്സിലായ? കാരണം മറ്റേ അത് ആ ട്രിമ്മറിന്റെ കൊച്ച കിട്ടണമെങ്കിൽ അതിന് ചിലപ്പോ പോയ ഇല്ല. ആകാശത്ത് കൂടെ വിമാനം പോയ സൗണ്ട് കേട്ട് വീടിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറുന്ന ആൾക്കാരാ. അതിനോട് ചോദിച്ചാൽ മതി എത്ര വിമാനം പോയെന്ന്. എടാ നമ്മള് ശ്രദ്ധിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. പക്ഷെ അതിന് രാത്രി കളിച്ചോണ്ടിരിക്കുമ്പോ അച്ഛന്റെ മേത്തോട്ടിരിക്കുന്നു. അപ്പൊ നോക്കുമ്പോഴാണ് അപ്പൊ അമ്മ പറയും ചിലപ്പോ വിമാനം പോകുന്നുണ്ടാവും. അപ്പൊ നോക്കുമ്പോഴാണ് വിമാനം പോകുന്നു. പാട്ട് പാടിയല്ലോ, പാട്ട് പാടി. നമ്മുടെ ഐനൂസ് ആണെങ്കിൽ നല്ല കുട്ടിയായിട്ട് ബാക്കിൽ കാറ് വരണൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പം അച്ഛനും സമാധാനം, കാരണം അവൻ വാശിയൊന്നും പിടിക്കാത്തതുകൊണ്ട്. ഇവരെ മുടി വെട്ടാൻ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു പോണ വഴിക്ക് എന്തെങ്കിലും പുതിയ ടോയ്സ് എന്തെങ്കിലും പുതിയ കളിപ്പാട്ടങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കണം. പിന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ജ്യൂസ് മിഠായിയൊക്കെ വാങ്ങിച്ച് കൈ പിടിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. കാരണം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടാലൊന്നും ഇരുന്ന് കൊടുക്കുള്ളൂ. ഇവർ കുറച്ച് വെറൈറ്റിയാണ്, ആൾക്കാർ കുറച്ച് വെറൈറ്റി ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ടോയ്സ് കടയിലേക്ക് കയറിയിട്ടാണ്. അപ്പോൾ അവിടെയാണെങ്കിലും ഒരുപാട് ഇങ്ങനെ കാറുകൾ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലൂട്ടനെ ഏറ്റവും ഇഷ്ടം കാറുകളോടാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുഞ്ഞി കാർ, വലിയ ട്രക്ക് സംഭവങ്ങളൊന്നല്ല, ഇതേപോലത്തെ കുഞ്ഞി കാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐനൂസിനെ അച്ചാച്ചനെ ഞങ്ങൾ വണ്ടിയിൽ എടുത്തിട്ട്, കാരണം 2 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ 2 പേരും ഞങ്ങൾ ആധാരം പണയം വെക്കേണ്ടി വരും. എല്ലാ സാധനങ്ങളും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അതുകൊണ്ട് അല്ലൂസിന് മാത്രമാണ് എടുത്തിട്ടുള്ളത്. വലിയ കാറുണ്ടല്ലോ സാർ.
അപ്പോൾ ഈ ഷോപ്പിൻ്റെ മുകളിലായിട്ട് തന്നെ കളിപ്പാട്ടത്തിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കായിരുന്നു ഏറ്റവും വില കുറവുള്ള സംഭവം ഏതെങ്കിലും ഒരെണ്ണം നോക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ നോക്കണം. പക്ഷേ ഇങ്ങനെ ടോയ്സിനൊക്കെ ഭയങ്കര വിലയാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാറും സംഭവങ്ങളൊക്കെ. നല്ല ക്വാളിറ്റി ഉള്ള കാറ് കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. അപ്പോൾ ഞങ്ങളൊരു 3 എണ്ണത്തിൻ്റെതായ കണ്ടില്ലേ, ഒരു 4 എണ്ണത്തിൻ്റെ ഒരു പാക്കായിരുന്നു അത്. ഞങ്ങൾ കാശിക്കുട്ടനും മല്ലൂസിനും മൈനൂസിനും വേണ്ടിയിട്ട് ഒരു 3 എണ്ണം വാങ്ങിച്ചു. പിന്നെ വേറെ സെപ്പറേറ്റ് 2 എണ്ണം വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് ഇതേ നമ്മുടെ അയിനൂട്ടൻ്റെ കാറ് കൊടുത്തു. അയിനൂട്ടന് ഓക്കെയാണ്, സെറ്റാണ്, ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലുക്കുട്ടനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് അടച്ചിൽ കൂടുതൽ. ഇതിനിടയ്ക്ക് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാർ ഇതിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ട് അതാണ് ഞാൻ റന്തം വിട്ടിരുന്നത്. ഇപ്പം നിഖിൽ ചേട്ടൻ പോണത് കുറച്ച് മിഠായി വാങ്ങിക്കാനാണ്. മിഠായും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ജ്യൂസ് ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. കാരണം ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് കൊടുത്ത് ഇരുത്താം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ കൊണ്ടുപോകണം. അല്ലാണ്ട് ഇവർ ഇരിക്കില്ല. കാരണം ആ ട്രിമ്മർ തന്നെയല്ലേ പറയുക, അതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇവർ പേടിച്ചുകൊണ്ടും. പിന്നെ ഇവരെ തലയിലൊന്നും കൈ വെക്കുന്നതൊന്നും ഇവർക്ക് ഇഷ്ടമൊന്നുമില്ല. നമ്മുടെ ഐനൂസിനാണെങ്കിൽ തല ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നിർത്തുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്യാനൊക്കെ പറയും. നിങ്ങളിൽ പലരും വിചാരിക്കും ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന്. പക്ഷേങ്കിൽ ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അവർ ഇരിക്കുകയുള്ളൂ. പിന്നെ എന്തായാലും മുടി വെട്ടണം. മുടി എന്താ പറയുക, വളർന്ന ഒരു മാതിരി ആയിട്ടുണ്ട്, കാടൻ തല ആയിട്ടുണ്ട്. അപ്പോൾ നിഖിൽ ചേട്ടൻ ആദ്യം പോയി കടൽ അന്വേഷിച്ചു. അപ്പോൾ അവർ വെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ മുടി നിൽക്കുമ്പോൾ ഇങ്ങനെ അമ്മയൊക്കെ പറയും തലയിൽ ഇങ്ങനെ വേർപ്പറങ്ങിയിട്ട് വയ്യായൊക്കെ വരുന്നു. പിന്നെ ഇപ്പം ഈ മുടി എന്തായാലും വെട്ടി കളയാനല്ലോ, പിള്ളേരെ മുടി കുറേ പ്രാവശ്യം വെട്ടിയാൽ നല്ല മുടി വളരുള്ളൂ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മടിയിലിരുത്തണോ നോക്കാലോ. ഹലോ, റെഡിയാണോ? കട്ടായിരിക്കും നമുക്ക്. എടാ ഇത് അതിൽ കേറില്ല, മറ്റേ ചാവ. കാശിക്കുട്ടിൻ്റെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അവന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കൊടുത്തു. അവന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അഞ്ചു ചേച്ചി പറഞ്ഞിരുന്നു ഇക്കിളിയായി എന്ന് പറഞ്ഞു. തലയിൽ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല സുഖത്തിൽ ഫോണും കണ്ട് പിന്നെ എന്തൊരു മിഠായും കൊടുത്തപ്പോൾ അവൻ സെറ്റായിരുന്നു പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ ഒന്നും ഇല്ല. കാരണം ഇവരുടെ സ്വഭാവം ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ട്. എന്നാലും ഞങ്ങളൊന്ന് പ്രിക്കോഷൻ എടുത്താണ് കുറച്ച് ടോയ്സും മിഠായൊക്കെ വാങ്ങിച്ചിട്ട്. ഒരു ടോയ് ഇവിടെ വെച്ചാ ഒരു ടോയ് ഇവിടെ ആദ്യം നമ്മൾ അല്ലൂട്ടനെ ഇരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ 1 by 1 ആയിട്ട് വെട്ടാന്ന് വിചാരിച്ചു. കാരണം 2 പേരും ഒരുമിച്ച് കരയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വിചാരിച്ചത്. അല്ലൂസിനെ ഇരുത്തി. അപ്പോൾ അല്ലൂസിന് 2 കാറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോട്ടനെ അച്ഛനെടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലാണ് ഫോണുള്ളത്. അങ്ങനെ അല്ലുവിൻ്റെ ഹെയർ പതുക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് സൈഡിൽ നിന്ന് ഞങ്ങളിങ്ങനെ നിഖിൽ ചേട്ടനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഒരു 1 സൈഡ് കട്ട് ചെയ്യാൻ ചോദിക്കുന്നത് 2 സൈഡിലും കുറച്ച് കയറ്റി വെട്ടിയിട്ട് ഫ്രണ്ടിലധികം ഹെയർ കളയണ്ട, ബാക്കിലേക്ക് കുറച്ച് എന്താ പറയുക മുടി വെക്കണം, റബ്ബർ ബാൻഡൊക്കെ കെട്ടണം എന്നൊക്കെ. എനിക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഗേൾസിനൊക്കെ ആണെങ്കിൽ മുടിയൊക്കെ കെട്ടിയൊക്കെ വെച്ചെടുക്കും. അപ്പോൾ ബോയ്സ് അല്ല, ബാക്കിലിങ്ങനെ ചെറിയ റബ്ബർ ബാൻഡൊക്കെ കെട്ടി വെക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ അല്ലൂട്ടൻ അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അല്ലൂട്ടൻ ഇതൊന്നും ഇഷ്ടമില്ല. അല്ലൂട്ടൻ്റെ തലയിൽ കൈ വെച്ചപ്പോൾ തന്നെ അല്ലൂട്ടൻ്റെ സ്വഭാവം മാറി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പായി ഇവൻ ഇരിക്കില്ല. കാരണം ഇവർ അല്ലെങ്കിൽ ഒരു ചൊറയനാണ്. പിന്നെ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചു ലാസ്റ്റ്. കാരണം എന്തായാലും മുടി വെട്ടണ്ടേ, ഇവൻ്റെ സമ്മതത്തോടെ എന്തായാലും മുടി വെട്ടാൻ പറ്റില്ല. എന്തായാലും കറിയാം. അപ്പം ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് ഫ്രൂട്ടൊക്കെ എടുത്തു കൊടുത്തു, കോലുമിഠായി എടുത്തു കൊടുത്തു. ഞങ്ങൾ എന്തായാലും അയിനുട്ടനെയും കൂടി ഇരുത്തിയിട്ട്, കാരണം വേറൊന്നല്ല, അല്ലുട്ടനെ എന്തായാലും വെട്ടി കഴിയുമെന്നൊരു ഉറപ്പില്ല. അപ്പോൾ അയിനൂസ് ഇരിക്കുകയാണെങ്കിൽ അയിനൂസിൻ്റെ ഹെയർ കട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അച്ചാച്ചൻ്റെ മടിയിൽ ഞാൻ എടുത്തപ്പോൾ അവൻ പോകുന്നില്ല. അപ്പോൾ അച്ചാച്ചൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേ കോലുമിഠായും ഫോണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അയിനൂസ് ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ അതുകൊണ്ട് വേറൊരു കുട്ടി വന്നിട്ട് ഹെയർ കട്ട് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ
അല്ലൂട്ടൻ്റെ സെയിം ഹെയർ കട്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. ഇങ്ങനെ വൺ സൈഡ് വെട്ടാം, അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് ഈ ഹെയർ കട്ടിനെ പറയേണ്ടത്. രണ്ട് സൈഡ് ഇങ്ങനെ കുറച്ച് കയറ്റി വെട്ടാം, ബാക്കിൽ ചെറിയൊരു ടൈ വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഐനൂസ് ഇങ്ങനെ മുക്കി മൂളി ഇരിക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ കരച്ചിലാട്ടാ. അപ്പോൾ ഐനൂസിനും കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പേടിയാണ്. ഒന്നാമതും കാണാത്ത ആൾക്കാരല്ല, അപ്പോൾ അവൻ്റെ തലയിൽ കൈ വയ്ക്കുമ്പോൾ അവന് പേടിയാവുന്നുണ്ട്. പിന്നെ ഈ കത്രികയും ചീർപ്പൊക്കെ കാണുമ്പോൾ കുട്ടീൻ്റെ ശ്വാസം മൂളിക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്നെ കാണുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കരയാണ് അവൻ ചെയ്തിരുന്നത്, എടുക്കാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് എന്നോട് അച്ഛൻ പറഞ്ഞു, നീങ്ങി നിന്നോ, അല്ലെങ്കിൽ പിന്നെ നീ എടുക്കണം പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരിക്കുന്നു. അപ്പം ഇപ്പുറത്താണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നിഖിൽ ചേട്ടൻ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടൊക്കെയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവൻ ഉറങ്ങണമില്ല. ഞാൻ ഇതിനിടയിൽ അവൻ എടുത്തു, അവൻ എൻ്റെ അടുത്ത് വരണം പറഞ്ഞിട്ട് ഉറക്കാൻ ശ്രമിച്ചിട്ട് ഉറങ്ങുള്ളൂ. ഇവന് പേടി, ഭയങ്കര പേടി. അപ്പുറത്താണെങ്കിൽ ഞാൻ 2 ഫ്രൂട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നേരത്തെ അല്ലൂട്ടന് കൊടുത്തിരുന്നു, കുറച്ച് കുടിച്ചു. അപ്പോൾ ഇവിടെ ഐനൂസിന് കൊടുത്തപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ അവൻ കുടിക്കുന്നുണ്ട്. അവന് പേടി കൊണ്ടാണ് അവൻ സമ്മതിക്കാത്തത്. കാരണം അല്ലെങ്കിൽ അവന് തലയിലും കൈ വെച്ചൊക്കെ മസാജ് ചെയ്യുന്ന അവന് ഇഷ്ടമാണ്. പക്ഷെ ഇതൊരു പേടി, വേറൊരാളല്ല തലയിൽ കൈ വെക്കുന്നതിൻ്റെ പേടിയാണ്. ഇവിടെയാണെങ്കിൽ നീൽച്ചേട്ടൻ കുസ്തി എടുക്കാട്ടെ, കുറേ സാധനങ്ങൾ വാങ്ങിത്തരാം, അങ്ങനെ ഇങ്ങനത്തെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എവിടെ അവനൊരു പൊട്ടിക്ക് സമ്മതിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവനിങ്ങനെ തെറ്റുമ്പോഴൊക്കെ ഓരോ കഷ്ണം ഇവിടുന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാരണം ഇവൻ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഇതന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ എപ്പോഴായാലും കട്ട് ചെയ്യണം എന്നുള്ള സംഭവം. അപ്പം ഞങ്ങളിങ്ങനെ കുറേ ഉറക്കാനൊക്കെ ശ്രമിച്ചിട്ട് ഉറങ്ങണില്ല. പിന്നെ ബലം പ്രയോഗിച്ച് നോക്കി. പിന്നെ ലാസ്റ്റ് ഞാൻ അവനെടുത്തു, കാരണം വെറുതെ കുറേ നേരത്തെ കരയിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവനെടുത്തു. കുറച്ച് വെള്ളമൊക്കെ അപ്പോൾ അവിടുത്തെ ചേച്ചി കൊണ്ട് തന്നപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ പകുതി കോലുമിഠായൊക്കെ കഴിച്ചു. അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ ഐനൂസിന് പേടിയാണെങ്കിലും ഐനൂസ് അത് സമ്മതിക്കുന്നുണ്ട്. കാരണം അവൻ ശരീരത്തോണ്ട് കുസ്തി പിടിക്കുന്നില്ല, അവൻ സമ്മതിച്ച് തരുന്നുണ്ട് അവൻ കരയുന്നുണ്ടെങ്കിലും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിഖിൽ ചേട്ടനെടുത്തും. അപ്പം അവൻ പകുതി ഓക്കെയാണ്. അവൻ മറ്റുള്ളവർ വേറൊരാൾ വന്ന് വെട്ടണേൻ്റെ ഒരു പേടി കൊണ്ട് മാത്രമാണ് അവൻ കരയുന്നത്. പക്ഷെ അല്ലൂസിൻ്റെ അടുത്ത് ഈ കളികളൊന്നും നടക്കൂല. അല്ലൂസ് ശരീരം ഇട്ട് കുതിച്ചു മറയായിരുന്നു. അപ്പോൾ ഇവിടെ അവൻ്റെ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിട്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അല്ലൂട്ടിൻ്റെ ഹെയർ കട്ട് ചെയ്ത ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു, ചേച്ചി അവനൊന്ന് ഉറക്കാൻ നോക്കുക, അവൻ ഉറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഐനൂസിൻ്റെ എന്താ പറയുക ഫൈനൽ ടച്ച് ആയി തുടങ്ങി. കാരണം ഞങ്ങൾക്ക് അധികം മോടി പിടിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. കാരണം പിള്ളേരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരിങ്ങനെ തല ഇങ്ങനെ വെട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും ആവണില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, ശരി എങ്ങനെയെങ്കിലും ഒരു അത്യാവശ്യം ഒരു വൃത്തിയാവണ രീതിയിൽ എങ്ങനെയെങ്കിലും വെട്ട്. പിന്നെ പറ്റ വെട്ടാൻ പറ്റാത്ത പോലെ പറ്റ വെട്ടാന്നുള്ള പരിപാടി എനിക്കിഷ്ടമല്ല. ഇവർക്കിപ്പോൾ അന്ന് പഴനിക്ക് പോയിട്ട് മുട്ടടിച്ച പിന്നെ വീണ്ടും കുറച്ച് മുടി വന്നോട്ടെ. ഇവർക്ക് അധികം മുടിയൊന്നുമില്ല, കുറച്ച് മുടിയേ ഉള്ളൂ എൻ്റെ പോലെ. അപ്പോൾ ആ ഉള്ള മുടി എനിക്ക് സ്റ്റൈലൊക്കെ ആയിട്ട് കൊണ്ടുനടക്കാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതിനുവെച്ചിട്ട് ഓവറോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ലൈൻ അപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ലൈൻ വരയ്ക്കില്ല, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഈ ബോയ്സിന് ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താന്ന്. പിന്നെ കുറച്ച് വാല് ബാക്കിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് റബ്ബർ ബാൻഡ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞ അനുസരിക്കുന്നുണ്ട്. മോൻ ഇപ്പുറത്തേക്ക് തല വയ്ക്കുന്നുണ്ടെങ്കിൽ അവൻ പേടിയാണെങ്കിൽ അവൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ രാജകുമാരൻ ഉറങ്ങിയിട്ടുണ്ട്, ഭീകരൻ ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ ഹെയർ കട്ട് ചെയ്ത് വൺ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് ഞങ്ങൾ കുറച്ച് മോടിയൊക്കെ പിടിപ്പിക്കാൻ നോക്കുകയാണ്. പിന്നെ ബാക്കിൽ ഞങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ബാക്കിൽ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് എണീക്കുന്നു, സൈഡാകുമ്പോൾ അവന് എണീറ്റിരുന്നില്ല കേട്ടോ. അപ്പോൾ സൈഡ് രണ്ടെണ്ണമൊക്കെ ആയിട്ട് 2 സൈഡിലായിട്ട് ഞങ്ങൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എണീറ്റാൽ പിന്നെ തീർന്നു, ഇതൊന്നും നടക്കൂല. അവസാനം ഞങ്ങൾ ബാക്കിലേക്ക് കടന്നപ്പോൾ ബാക്കിലത്തെ ഹെയർ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവന് എണീറ്റു. പിന്നെ എന്തായാലും നടക്കൂല, നമുക്ക് തിരിച്ചു പോരേ വേണ്ടുള്ളൂ. അപ്പം ഞങ്ങളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. കാരണം ഉള്ളത് മതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോകുന്നു. കാരണം ഇവർ 2 പേരും ഫിനിഷ് ആക്കാൻ പറ്റില്ല. നമ്മുടെ അല്ലൂട്ടൻ്റെ ആണെങ്കിൽ ജോൺ ഹോനയെ പോലെ പണ്ടത്തെ ബാബു ആൻ്റണി സ്റ്റൈൽ പോലെ ആട്ടെ. ബാക്കിൽ ഹെയർ അങ്ങനെ തന്നെ കിടക്കുകയാണ്, വെറുതെ സൈഡ് മാത്രം വെട്ടിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും സൈഡിലത്തെ ഹെയർ ഒക്കെ ഒന്ന് പോയപ്പോൾ തന്നെ കുട്ടി വൃത്തിയായി. അപ്പോൾ ബാക്കിലത്തെ ആയ കുറച്ച് സംഭവം കൂടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, അവൻ വാശി പിടിച്ച് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ അമ്മയും കാശും പുറത്തേ വരുന്നുണ്ട് ഇവരെ വിശ്വരൂപം കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും അമ്മയുടെ റിയാക്ഷൻ നോക്കാം. ബാബു ആന്റണി അല്ല ബാബു ആന്റണി അല്ല ബാബു ആന്റണി.
അപ്പോൾ ഗൈസ് ദാ അങ്ങനെ അമ്മയ്ക്ക് കണ്ടിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയില്ല. കാരണം 2 സൈഡിൽ കുറച്ച് മുടി മാത്രമേ പോയിട്ടുള്ളൂ. വേറെ ബാക്കിലും മുടിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെയും ഐനൂസിൻ്റെ ആണ് ബാക്കിൽ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവരെന്തായാലും ഞങ്ങൾക്ക് ഉറപ്പായി ഇനി വലുതാവുമ്പോഴായാലും ഇവർ സമ്മതിക്കില്ല. ഇവരിങ്ങനെ ഉറക്കിക്കൊണ്ട് പോയിട്ടൊക്കെ വെട്ടണം. പിന്നെ പാറൂസ് വന്നപ്പോൾ പാറൂസിനോട് ഞങ്ങൾ പറഞ്ഞു സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞു. പാറൂസിൻ്റെ സത്യം പറഞ്ഞാൽ ഇവർ മുടി വെട്ടിയതേ മനസ്സിലായില്ല. അല്ലൂസിൻ്റെ കണ്ടപ്പോഴാണ് സൈഡിൽ മുടി പോയപ്പോൾ അയ്യോ മേമ്മ അല്ലൂസിൻ്റെ മുടി വെട്ടിയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മോനെ അല്ലൂസിൻ്റെ മാത്രമല്ല ഐനൂസിൻ്റെയും വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു മാം എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് കണ്ടിട്ട്. അയ്യോ ഗൈസ് അപ്പം അങ്ങനെയൊക്കെയായിരുന്നു മുടി വെട്ട് കഥ. ഗൈസ് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഹെയർ കട്ട് കഥ എന്ന് പറയുന്നത്. ഭയങ്കര ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ ഇതേപോലെ ഒന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പോയിട്ട്. കാരണം ഇവരൊന്നും ഇരുന്ന് തരണ്ട. ഇവർ എന്ത് കാണിച്ചിട്ടും ഒന്നും ഇരിക്കണില്ല. മിഠായി കൊടുത്തിട്ടോ ടോയ്സ് കൊടുത്തിട്ടോ ഞങ്ങൾ വെറുതെ മിഠായും ടോയ്സൊക്കെ വാങ്ങിച്ച് പൈസ വെറുതെ പോയി. അല്ലാതെ ഇവർ സമ്മതിക്കില്ല. പിന്നെ അല്ലൊന്നും ഉറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരഞ്ഞ് തളർന്ന് ഉറങ്ങിയതാണ്. ഉറങ്ങിയോണ്ട് മാത്രം 2 സൈഡ് എടുക്കാൻ പറ്റും. ബാക്കിലെ ഹെയർ അവൻ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾക്കിനി അറിഞ്ഞൂടെ ഇനിയിപ്പം മുടി വെട്ടാൻ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഉറക്കി കൊണ്ടുപോയിട്ട് അവിടെ എത്തുമ്പോഴേക്കും അവർ എണീറ്റും. പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഉറക്കണം. അപ്പോൾ പിന്നെയും കുറച്ച് സമയം കെടുക്കും. അതിനുശേഷം ഓക്കെയാണ്. പക്ഷേ വേറൊരാൾ പെട്ടുന്നു എന്നുള്ളൊരു പേടി കൊണ്ടാവണം കരയുന്നത്. കാരണം അവൻ പറയുന്ന പോലൊക്കെ അനുസരിക്കുന്നുണ്ട്. അല്ലൂട്ടൻ്റെ അടുത്ത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലൂട്ടൻ ഇങ്ങനെ മെയിൽ വെച്ച് കുസ്തി എടുക്കായിരുന്നു. 2-3 സ്ഥലത്തൊക്കെ ഇങ്ങനെ വെട്ടി പോയിട്ടുണ്ട്. ഇങ്ങനെ ട്രിമ്മർ വയ്ക്കുമ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ട്. ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പിള്ളേർ പാവം പിള്ളേരിട്ടും അവരായതുകൊണ്ടാണ് ഇവരെങ്ങനെ ക്ഷമിച്ചു. എത്ര നേരം 1-2-3 മണിക്കൂർ 4 മണിക്കൂറെങ്കിലും ഞങ്ങളവിടെ ചിലവഴിച്ചിട്ടുണ്ടെന്ന്. അത്രയും ക്ഷമിച്ചും. വേറെ കസ്റ്റമേഴ്സൊന്നും ഈ പറഞ്ഞ പോലെ ഇവർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അലോഡ് ചെയ്തില്ല. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെ പിള്ളേർ കട്ട് ചെയ്ത്. അപ്പോൾ താങ്ക്സ് ഇട്ടാ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ മറന്നുപോയി പേര് മറന്നു. എനിക്ക് അല്ലുവിൻ്റെ ഹെയർ കട്ട് ചെയ്ത കുട്ടീനെ മാത്രമേ ഓർമ്മയില്ല. അശ്വിൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ എന്തായാലും താങ്ക്സ് മോനെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.